ഇപ്പൊ ഇത് ഞങ്ങള് വലയിട്ടാണ് പിടിച്ചത്. കുളത്തിലെ മീനുകളെ പിടിച്ച് ലൈവായിട്ട് പിടിച്ച് പറയുന്ന രീതി ചെയ്തു കൊടുക്കാം. കപ്പയുണ്ട്, മീൻകറിയുണ്ട്, പൊറോട്ടയുണ്ട്, ചിക്കന്റെ എല്ലാ ഐറ്റംസും, ഫ്രൈ എല്ലാ ഐറ്റംസും ഉണ്ട്, ബീഫിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്, ദോശയുണ്ട്, കക്കയിറച്ചിയുണ്ട്. വന്നു കഴിഞ്ഞാൽ കായൽ ഭംഗി ആസ്വദിക്കാം. ഒരു വള്ളമുണ്ട്, വള്ളത്തിൽ കറങ്ങാം. ഹായ്, നമസ്കാരം. ഞാൻ ഇന്നുള്ള സ്ഥലം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഇവിടെ വൈകുന്നേരം പ്രവർത്തിക്കുന്ന ചേച്ചിമാർ ഒരു കട നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് മീൻ പിടിക്കാം, മനോഹാരിത, കായംകുളം കായലിൻ്റെയൊക്കെ മനോഹാരിതയൊക്കെ ആസ്വദിക്കാം. ഞാനിപ്പോൾ ഉള്ള കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ NTPC നാഷണൽ ടെർമിനൽ പവർ കോർപ്പറേഷൻ അതിൻ്റെ പ്ലാന്റിൻ്റെ തെക്കുവശം. ഇവിടെ മത്സ്യ കൃഷിയൊക്കെ ഉണ്ട്. അവിടുന്ന് നമുക്ക് വല വീശിയും ചൂണ്ടയിട്ടുമൊക്കെ മീൻ പിടിക്കാം. ആ മീനുകളൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അതുപോലെ വൈകുന്നേരം ഇവിടെ ഒരുപാട് ഐറ്റം വിഭവങ്ങളുണ്ട് കേട്ടോ. കപ്പ കുഴച്ചുണ്ട്. അടുത്ത ഐറ്റം കേരക്കറി കേട്ടോ, കേരക്കറി. 2 കുളമുണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥലത്ത്. അത് ഒന്നില് ഗിഫ്റ്റ് തിലോപ്പിയ, അത് ഏകദേശം പാകമായി കിടക്കുക. ഇപ്പൊ അത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് വലിയൊരു കുളമുണ്ട്, അതിനകത്ത് എല്ലാത്തരം മീനുകളും ഉണ്ട്. കരിമീനുണ്ട്, തിലോപ്പിയ. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു തട്ടുകട തുടങ്ങിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്യാനും വൈകുന്നേരം ഒന്ന് വന്നിരിക്കാനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അതെ, ഞങ്ങൾ ഇവിടെ കുട്ടനാട് ഭാഗത്ത്, കോട്ടയം ഭാഗത്തൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ മുളക് തേച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ. ചേച്ചിയുടെ പേരെന്തുവാ? മേഴ്സി ചേച്ചി. ചേച്ചിയുടെ പേരെന്തുവാ? എന്റെ പേര് കവിത. കവിത. അപ്പൊ രണ്ടുപേരുമാണ് നമ്മുടെ അടുക്കള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ചേട്ടത്തി അനിയത്തിയാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ സ്ഥലം മേടിച്ചപ്പോ നമ്മുടെ NTPCയുടെ പ്ലാന്റും കായലും എല്ലാം, അപ്പൊ അതിന് ഒരു നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അപ്പൊ ഞങ്ങള് കുട്ടനാടൊക്കെ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാന്ന് കരുതി. ഞങ്ങൾക്ക് മീൻകുളം ഉണ്ട്, വള്ളമുണ്ട്, ഇരിക്കാൻ നല്ല ഇരിപ്പിടമാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് അത്യാവശ്യം കായൽ ഭംഗി ആസ്വദിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം. പിന്നെ ഞങ്ങളുടെ കുളത്തിലെ മീനുകളെ പിടിച്ച് ലൈവായിട്ട് പിടിച്ച് പറയുന്ന രീതി ചെയ്തു കൊടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നു. ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണ് അറിയാവുന്നത്. അപ്പൊ അത് നല്ലോണം ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, അത് പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തിലോപ്പിയ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഇത് പൊള്ളിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, നമ്മുടെ ഇവിടുത്തെ വൈകുന്നേരം എത്ര മണിയാകുമ്പോൾ ഓപ്പൺ ചെയ്യും? ഞങ്ങള് 3 മണി തൊട്ടാണ്. ഇപ്പൊ ഞങ്ങൾ 1-ാം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ 3 മണി തൊട്ടാണ്. ഇനി ക്രമേണ രാവിലെ തൊട്ട് ആക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്? ഇപ്പൊ ഇവിടെ ഉള്ളത് കപ്പയുണ്ട്, മീൻകറിയുണ്ട്, പിന്നെ പൊറോട്ടയുണ്ട്, ചിക്കന്റെ എല്ലാ ഐറ്റംസും, ഫ്രൈ എല്ലാ ഐറ്റംസും ഉണ്ട്, ബീഫിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്, ദോശയുണ്ട്, പിന്നെ കക്കയിറച്ചിയുണ്ട്, പിന്നെ ഇതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ കുളത്തിലെ മീൻ കൊണ്ട് അതാണ് വെറൈറ്റി. ഇപ്പൊ ഇവിടെ വന്ന് ചൂണ്ടയിട്ട് പിടിച്ചു തരുമോ, അല്ലെങ്കിൽ നമ്മളോട് നേരത്തെ ഓർഡർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർ വരുമ്പോഴത്തേക്ക് ഇത് തയ്യാറാക്കി വെക്കും. അല്ലെങ്കിൽ വലയുണ്ട്, വലയിട്ട് വീശും. ഇപ്പൊ ഇത് ഞങ്ങള് വലയിട്ടാണ് പിടിച്ചത്. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യും. പിന്നെ ഏത് തരം ഭക്ഷണം ഉണ്ടാക്കാനും. നമ്മുടെ കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഇത് ചേപ്പാട് NTPCയുടെ പ്ലാന്റിന്റെ കിഴക്കേ ഭാഗം തൊട്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അമലാസ് തട്ടുകട. ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാള് ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നു. അപ്പൊ 2 ചേട്ടന്മാരുടെ പേരെന്ന് പറഞ്ഞോ? ബിജിൻ, സുല്ലേട്ടൻ. അപ്പൊ സുല്ലേട്ടനും ബിജിൻ ചേട്ടനുമാണ് പിന്നെ ഇതിന്റെ ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, പൊറോട്ട അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം കുളത്തിലെ തിലോപ്പിയ ചേച്ചി പറയുന്നത് അല്ലേ. ഞാനിവിടെ വന്നപ്പം പിടിച്ച മീനാണ് കേട്ടോ. അതിന് ഉടൻ തന്നെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ടേബിളിലെത്തി. തൊട്ടടുത്തായിട്ട് പലതരം ഫുഡുകളുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഈ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ പൊറോട്ടയാണ്. പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടതെന്ന് പറയുമ്പം മീൻകറിയാണ്, ചൂരക്കറിയാണ്, ഒപ്പം ചിക്കൻ കൊണ്ടാട്ടമുണ്ട്, അതുപോലെ തന്നെ കക്കയിറച്ചിയുണ്ട്, ബീഫ് കറിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. അങ്ങനെ ഒരു കടയിൽ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിലവിൽ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അത് ടേസ്റ്റ് ചെയ്യാം. ഒരു പൊറോട്ട ടേസ്റ്റ് ചെയ്യാം. പൊറോട്ട ഒപ്പം മീൻകറി. ഫസ്റ്റ് സ്റ്റാർട്ടിങ് പരിപാടി പൊറോട്ടയും മീൻകറിയും. നമുക്ക് അത് കഴിക്കാം. നല്ല അടിപൊളി മീൻകറിയാണെന്ന് തോന്നുന്നു. ഒന്ന് കഴിച്ചു നോക്കാം. സാധാരണ ഈ പൊറോട്ടയുടെ കൂടെ കഴിക്കുന്നതെന്ന് പറയുമ്പോൾ ചിക്കൻ കറി, ബീഫ് കറിയൊക്കെയാണ്.
പക്ഷേ നിങ്ങൾ ഈ മീൻകറി കൂട്ടി പൊറോട്ട ഒന്ന് കഴിച്ച് നോക്കണം, അല്ലെങ്കിൽ സാമ്പാർ ഉഗ്രനാണ് കേട്ടോ, അല്ലേ? മീൻകറിയുടെ കൂടെ ചില ആൾക്കാർക്ക് പൊറോട്ട കഴിക്കാൻ ഭയങ്കര ഈ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുള്ള മീൻകറി, അല്ലേ? ഇത് നന്നായിട്ട് എന്താ പറയുക, റെസ്റ്റ് ചെയ്ത് പുളിയും മുളകും ഒക്കെ പിടിച്ചിട്ടുള്ള മീൻകറിയാണ് കേട്ടോ. ഉഗ്ര വലിയ പീസുകളാണ്. അപ്പോൾ ഒരു ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്, ചിക്കൻ കൊണ്ടാട്ടം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം കൊണ്ടുവരും. അപ്പം ഈ ഒരു തട്ടുകടയുടെ ഈ ഒരു സംരംഭത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന മീൻ റെഡിയാക്കി തരും. മാംസഭാഗമാണ് അതിൻ്റെ. അപ്പം ഞാനിപ്പം പിച്ചി എടുക്കുന്നത്. സ്പൂണൊന്നും ഉപയോഗിക്കേണ്ട, കൈ കൊണ്ട് തന്നെ പിച്ചി എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മാംസം നമ്മുടെ കയ്യിലേക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഈ കാര്യങ്ങൾ ഐറ്റംസൊക്കെ ചേരുമ്പോഴാണ് അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് വരുന്നത്. നല്ല മാംസമുള്ള തിലോപ്പിയാണേ. അപ്പം അതിൻ്റെ ആ ഒരു ചേരുവയൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പം ആ ഒരു പൊള്ളിച്ച സംഭവം ഉഷാറായി. എന്തൊക്കെ പൊള്ളിച്ചു കൊടുക്കും? തിലോപ്പിയ അല്ലാതെ കരിമീൻ, തിലോപ്പിയ, കരിമീൻ, ചെമ്പല്ലി. ആവശ്യക്കാർ നേരത്തെ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന മീനുകൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഇന്ന് വൈകുന്നേരം വരികയാണെന്ന് നേരത്തെ പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് ലേലക്കടവൊക്കെ ഉണ്ട്, അവിടുന്ന് മീനൊക്കെ അറേഞ്ച് ചെയ്യും. കൊഞ്ച് റോസ്റ്റ്, ഞണ്ട് റോസ്റ്റ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവർ പ്രിപ്പയർ ചെയ്ത് വെക്കും. ഒരു നല്ലൊരു സംരംഭമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഈ ഹട്ട് തന്നെ കണ്ടില്ലേ, വളരെ മനോഹരമാണ്. പഴമയാർന്ന ആ പഴയ സ്റ്റൈലില്ലേ, അതായത് ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള മുളയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഹട്ട്. കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടം. ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മളെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് അത് വേസ്റ്റ് ആക്കുന്നത് ശരിയല്ല. കൊണ്ടാട്ടവും പൊറോട്ടയും. ആഹാ, ഉഷാറ്. ഏത് ഭക്ഷണമാണെങ്കിലും അത് ചൂടോടെ കഴിക്കുമ്പം അതിന് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സംരംഭത്തിൻ്റെ വിശേഷം കേട്ടോ. നിങ്ങൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാം. സ്ഥലം മറന്നുകൊണ്ട. സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ NDPC പ്ലാന്റിൻ്റെ തെക്കുവശം. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് അമലാസ് തട്ടുകട. അമലാസ് തട്ടുകട മാത്രമല്ല ഇത്, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഓരോ ദിവസവും ഇവർ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പ്ലാനും ചെയ്യുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം നിങ്ങൾ വന്ന്, എത്ര മണിക്ക് നമ്മൾ തുറക്കും? വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 മണി 11 മണി വരെയൊക്കെ ഉണ്ടാവും കേട്ടോ. 12 മണി വരെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾക്കായിട്ട് പങ്കുവച്ചത്. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വന്ന് അവർക്ക് പറഞ്ഞു കൊടുത്താലും ഇഷ്ടപ്പെടുന്ന ഒരു സംരംഭം തന്നെയാണ് കേട്ടോ. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം.